സൗരയൂഥത്തിന്റെ ആരംഭം. ഭൂമി ഒരു തീഗോളമായി നിലനിന്നിരുന്ന കാലഘട്ടം. ഭൂമിയുടെ അതേ ഓർബിറ്റിൽ തന്നെ ഉണ്ടായിരുന്നതോ അതല്ലെങ്കിൽ സൗരയൂഥത്തിലെ തന്നെ മറ്റേതെങ്കിലും വലിയൊരു വസ്തുവുമായി കൂട്ടിയിടിച്ചതിന്റെ ഫലമായി തെറിച്ചുപോയ തിയ എന്ന ഗ്രഹം വീണ്ടും ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നു. ഇടിയുടെ ആഘാതം തിയയെ പൂർണ്ണമായും തകർക്കുകയും ആ ഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഭൂമിയെ ഒരു വളയം പോലെ വലയം വയ്ക്കാനും തുടങ്ങി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ അവശിഷ്ടങ്ങളെല്ലാം കൂടിച്ചേർന്ന് സൗരയൂഥത്തിൽ പുതിയതായൊരു ഗ്രഹവും ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹവും രൂപം കൊള്ളുന്നു. നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഗലീലിയോ ജൂപ്പിറ്ററിന്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നത്. ഗനേമേഡ്, യൂറോപ്പ, കാലിസ്റ്റോ, അയ്യോ. ഈ 4 ഗ്രഹങ്ങളും വളരെ വിസ്മയാവഹമായ ലോകങ്ങളാണ്. അതിൽ തന്നെ ഗനേമേഡ് ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹവും അതോടൊപ്പം സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹവുമാണ്. 5270 കിലോമീറ്ററാണ് ഗനേമീഡിന്റെ ഡയമീറ്റർ എന്നത്. ശരിക്കും ഗനേമീഡ് നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ചെറിയ ഗ്രഹമായ മെർക്കുറിയേക്കാൾ വലുതാണ്. ഒരു പക്ഷേ ഗനേമീഡ് സൂര്യനെയാണ് വലയം ചെയ്തിരുന്നതെങ്കിൽ ഇതും ഒരു ഗ്രഹമായി അറിയപ്പെട്ടേനെ. ഗനേമീഡിന് ഒരു അന്തരീക്ഷമില്ല. പക്ഷേ സൗരയൂഥത്തിലെ തന്നെ മറ്റു ഉപഗ്രഹങ്ങൾക്കില്ലാത്ത ഒരു കാന്തിക വലയം ഗനേമീഡിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന ഓറോറകൾ നമുക്ക് ഗനേമീഡിലും കാണാൻ സാധിക്കും. ഗനേമീഡ് തണുത്തൊരു ലോകമാണ്. യൂറോപ്പിലെ മഞ്ഞിനടിയിൽ കാണപ്പെടുന്ന കടലുകൾ പോലെ ഇവിടെയും കടലുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഏകദേശം -120 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില. നമ്മുടെ ഭൂമിയിൽ റെക്കോർഡ് ചെയ്ത ഏറ്റവും കുറഞ്ഞ താപനില എന്നത് -89 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1989 ഗലീലിയോ എന്ന പേടകം ഗനേമീഡിനെ സന്ദർശിച്ചപ്പോഴാണ് അതിന്റെ നേർത്ത അന്തരീക്ഷത്തിൽ നിന്നും ഹൈഡ്രജൻ പുറത്തു കടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നത്. ഗനേമീഡിന്റെ ഉപരിതലത്തിലുള്ള മഞ്ഞുരുകുമ്പോൾ ഉണ്ടാകുന്ന ജലാംശത്തിൽ സൂര്യന്റെ UV കിരണങ്ങൾ പതിക്കുമ്പോൾ ഈ ജലാംശം ഹൈഡ്രജനായും ഓക്സിജനായും വേർപിരിയുന്നു. ഇങ്ങനെ വേർപിരിയുന്ന ഭാരം കുറഞ്ഞ ഹൈഡ്രജൻ കണങ്ങൾ അന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് പോകുകയും ഗനേമീഡിന് വ്യക്തമായൊരു അന്തരീക്ഷം ഇല്ലാത്തതിനാലും വളരെ കുറഞ്ഞ ഗ്രാവിറ്റി ഉള്ളതിനാലും ഈ ഹൈഡ്രജൻ കണങ്ങൾ പ്രപഞ്ചത്തിലേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. പക്ഷേ താരതമ്യേന ഭാരം കൂടിയ ഓക്സിജൻ കണങ്ങൾ ഗനേമീഡിന്റെ ഉപരിതലത്തിൽ തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗനേമീഡിലും ഓക്സിജൻ ഉണ്ട്. ഗനേമീഡ് വ്യാഴമുണ്ടായ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് സൗരയൂഥത്തിൽ രൂപപ്പെട്ടത്. ഏകദേശം 7 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഉപഗ്രഹം വ്യാഴത്തെ വലയം ചെയ്തു തീർക്കുന്നത്. ഗനേമീഡിന്റെ മഞ്ഞിനടിയിലും വലിയ സമുദ്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു പക്ഷേ ഈ സമുദ്രങ്ങൾക്ക് 10,000 കിലോമീറ്ററുകളോളം ആഴമുണ്ട് എന്നും കരുതുന്നു. സൗരയൂഥത്തിൽ തന്നെ ഭൂമി കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും സാമ്യമുള്ള ഗ്രഹമാണ് ടൈറ്റാൻ. മഴയും മേഘങ്ങളും വ്യത്യസ്ത തരം കാലാവസ്ഥയുമുള്ള ടൈറ്റാൻ. എന്തിന് ഭൂമിയിലുള്ളതുപോലുള്ള ഒഴുകുന്ന നദികളും കുളങ്ങളും തടാകങ്ങളും പർവ്വതങ്ങളുമുള്ള ടൈറ്റാൻ. പക്ഷേ ഇവിടെ ജലത്തിന് പകരമായി ഒഴുകുന്നത് ദ്രാവക രൂപത്തിലുള്ള മീഥേനാണ്. അതോടൊപ്പം തന്നെ ഈഥേനും കാണപ്പെടുന്നുണ്ട്. 1980 മുമ്പ് തന്നെ നാം ടൈറ്റാനിൽ ഇത്തരത്തിലുള്ള തടാകങ്ങളും സമുദ്രങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് സംശയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് കസിനി ഹ്യൂഗൻസ് എന്നീ പേടകങ്ങൾ വിക്ഷേപിച്ച് നടത്തിയ പഠനത്തിൽ നിന്നും ടൈറ്റാനിൽ ഇത്തരത്തിലുള്ള സ്രോതസ്സുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തുകയും ചെയ്തത്. ഏകദേശം -180 ഡിഗ്രി സെൽഷ്യസ് മുതലാണ് ഇവിടുത്തെ താപനിലയെങ്കിലും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ദ്രാവകാവസ്ഥയിൽ ഒഴുകുന്ന മീഥേൻ
ചെറിയ അളവിലുള്ള താപനില വ്യത്യാസത്തിൽ തന്നെ നീരാവിയാകുന്നു. അതിനുശേഷം മുകളിൽ ചെന്ന് മഴ പെയ്യുന്ന മേഘങ്ങളായി മാറുകയും പിന്നീട് ടൈറ്റാനിലുടനീളം മഴയായി പെയ്തിറങ്ങുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഋതുക്കളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഭൂമിയിലുള്ള 3 മാസം നീണ്ടു നിൽക്കുന്ന ഋതുക്കളെ അപേക്ഷിച്ച് ടൈറ്റാനിലുള്ളത് ഏകദേശം 8 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ഋതുക്കളാണ്. 1965 മാർച്ച് 25-നാണ് ടൈറ്റാൻ എന്ന ഗ്രഹത്തെ കണ്ടെത്തുന്നത്. ക്രിസ്ത്യൻ ഹുഗൈൻസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ടൈറ്റാനെ ആദ്യമായി കണ്ടെത്തുന്നത്. കണ്ടെത്തിയിരുന്ന സമയത്ത് ടൈറ്റാനെ സാറ്റോണി ലൂണ എന്നായിരുന്നു വിളിച്ചു വന്നിരുന്നത്. ശനിയുടെ 146 ഉപഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണിത്. ശനിയിൽ നിന്നും 12 ലക്ഷം കിലോമീറ്റർ അകലെ നിന്നുമായിട്ടാണ് ടൈറ്റാൻ ശനിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 16 ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് ടൈറ്റാൻ ഒരു തവണ ശനിയുടെ ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ശനിയുടെ ഇത്രയും അടുത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ടൈറ്റാൻ ഒരു ടൈഡലി ലോക്ക്ഡ് ഗ്രഹമാണ്. ഗനമേഡ് കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹം കൂടിയാണ് ടൈറ്റാൻ. നമ്മുടെ ചന്ദ്രനേക്കാളും സൂര്യനിൽ നിന്നുമുള്ള ആദ്യത്തെ ഗ്രഹമായ മെർക്കുറിയേക്കാളുമൊക്കെ വലിപ്പം ടൈറ്റാനുണ്ട്. 1997-ൽ വിക്ഷേപിച്ച കെസിനി ഹ്യൂഗൻസ് പേടകങ്ങളിലൂടെയാണ് നാം കൂടുതലായി ടൈറ്റാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതിൽ ഹ്യൂഗൻസ് എന്ന പേടകം ടൈറ്റാനിൽ വിജയകരമായി ഇറക്കുകയും ചെയ്തു. ഹ്യൂഗൻസിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടൈറ്റാനിൽ ഓക്സിജൻ ഒഴിച്ച് ഭൂമിയിൽ കാണപ്പെടുന്ന ബാക്കി എല്ലാ മൂലകങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഈ വിവരങ്ങളിൽ നിന്നുമൊക്കെ ഭാവിയിൽ ടൈറ്റാൻ കോളനിവൽക്കരിക്കാനുള്ള സാധ്യതയും കൂടി. കാരണം അവിടെയുള്ള മൂലകങ്ങളെല്ലാം മനുഷ്യന് അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കുന്നവയാണ്. സൗരയൂഥത്തിലെ തന്നെ മനോഹരമായ ഉപഗ്രഹങ്ങളിൽ ഒന്ന് വ്യാഴത്തിന്റെ വലിയ 2ാമത്തെ ഉപഗ്രഹവും സൗരയൂഥത്തിലെ തന്നെ 3ാമത്തെ വലിയ ഉപഗ്രഹവുമാണ് കാലിസ്റ്റോ. 4820 കിലോമീറ്ററാണ് കാലിസ്റ്റോയുടെ ഡയമീറ്റർ എന്നത്. അതായത് നമ്മുടെ മെർക്കുറിയുടെ വലിപ്പത്തിനോട് ഏകദേശം തുല്യമായ വലിപ്പം. കാലിസ്റ്റോയുടെ വലിപ്പത്തിൽ നിന്നും 59 കിലോമീറ്റർ കൂടി കൂട്ടിയാൽ മെർക്കുറിയുടെ വലിപ്പമാകും. പക്ഷേ കാലിസ്റ്റോ വലിപ്പം കൊണ്ട് ബുധന്റെ അത്രയുണ്ടെങ്കിലും കാലിസ്റ്റോയുടെ മാസ് എന്നത് ബുധന്റെ വെറും 35% മാത്രമേ ഉള്ളൂ. കാലിസ്റ്റോ ജൂപ്പിറ്ററിൽ നിന്നും 19 ലക്ഷം കിലോമീറ്റർ ദൂരത്തിലായാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും നിലനിൽക്കുന്നത് 3,84,000 കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ കാലിസ്റ്റോ ജൂപ്പിറ്ററിൽ നിന്നും നിലനിൽക്കുന്ന ദൂരം എന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും നിലനിൽക്കുന്ന ദൂരത്തിന്റെ 5 ഇരട്ടിയാണ്. പക്ഷേ കാലിസ്റ്റോ ജൂപ്പിറ്ററിൽ നിന്നും ഇത്ര ദൂരത്തിലാണെങ്കിൽ കൂടിയും കാലിസ്റ്റോ ജൂപ്പിറ്ററിനോട് ടൈഡലി ലോക്ക്ഡ് ആണ്. അതായത് കാലിസ്റ്റോയുടെ ഒരു ഭാഗം വ്യാഴത്തോട് സദാ അഭിമുഖമായും മറുഭാഗം സദാ അന്ധകാരത്തിലുമായിരിക്കും. 1990-ൽ പോയ ഗലീലിയോ എന്ന പേടകത്തിലൂടെയാണ് നാം ഈ ഉപഗ്രഹത്തെ കൂടുതലായി അറിയുന്നത്. ഗലീലിയോ എന്ന പേടകത്തിലൂടെ കാലിസ്റ്റോയുടെ അന്തരീക്ഷം, ഉപരിതല സവിശേഷത, അന്തരീക്ഷ ഘടന എന്നിവയോടൊപ്പം കാലിസ്റ്റോയുടെ ഒരുപാട് മനോഹരമായ ചിത്രങ്ങളും ഭൂമിയിലെത്തുകയുണ്ടായി. കാലിസ്റ്റോ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന ഉപരിതലമുള്ള ഒരു ഗ്രഹമാണ്. കാലിസ്റ്റോയുടെ ഉപരിതലത്തിന് ഏകദേശം 400 കോടി വർഷങ്ങളോളം പഴക്കമുണ്ട്. കാലിസ്റ്റോ സൗരയൂഥത്തിൽ രൂപപ്പെട്ടതിന് ശേഷം അതിന്റെ ഉപരിതലത്തിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും കാലിസ്റ്റോയുടെ ഉപരിതലത്തിൽ ധാരാളം ഉൽക്കാപതനം സംഭവിച്ചതിന്റെ പാടുകൾ നിലനിൽക്കുന്നുണ്ട്. ഉൽക്കാപതനം എന്ന് വച്ചാൽ പല ലക്ഷക്കണക്കിന് ഉൽക്കകൾ വന്ന് ഇവിടെ പതിച്ചിട്ടുണ്ട്. ഈ ഉൽക്കാപതനത്തിൽ സംഭവിച്ച ഉൽക്കകളുടെ അവശിഷ്ടങ്ങളും ഐസും ഒക്കെ കൂടിച്ചേർന്നതാണ് കാലിസ്റ്റോയുടെ ഉപരിതലം എന്നത്. അതോടൊപ്പം കാലിസ്റ്റോയിൽ വലിയ ഉപ്പ് സമുദ്രങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ജൂപ്പിറ്ററിന്റെ തന്നെ ഒരു ഉപഗ്രഹമാണ് അയ്യോ. സൗരയൂഥത്തിലെ തന്നെ 4ാമത്തെ വലിയ ഉപഗ്രഹം കൂടിയാണ് അയ്യോ. ഏകദേശം 3643 കിലോമീറ്റർ ആണ് ഇതിന്റെ ഡയമീറ്റർ. അയ്യോ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ്.
സാധാരണ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ തണുത്തുറഞ്ഞ ഐസ് ലോകമാണെങ്കിൽ അയ്യോ തീർത്തും വ്യത്യസ്തമാണ്. ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങളും ലാവകൾ ഒഴുകുന്ന പുഴകളാലും കായലുകളാലും നിറഞ്ഞതാണ് അയ്യോ. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സാന്ദ്രത കൂടിയ ഉപഗ്രഹമാണിത്. അതോടൊപ്പം തന്നെ മറ്റുപഗ്രഹങ്ങളെ അപേക്ഷിച്ച് അയ്യോയ്ക്ക് വളരെ ശക്തമായ ഒരു ഗ്രാവിറ്റിയുമുണ്ട്. 1610 ഗലീലിയോ ഈ ഉപഗ്രഹത്തെ കണ്ടെത്തിയത്. ജുപ്പിറ്ററിന്റെ ഈ നരകതുല്യമായ ഉപഗ്രഹത്തിൽ 30ഓളം ആക്റ്റീവായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഭൂമിയിലെ അഗ്നിപർവ്വതങ്ങൾ പൊതുവെ പൊട്ടിത്തെറിക്കുന്നത് ഭൂഖണ്ഡങ്ങൾ തമ്മിലുണ്ടാകുന്ന ടെക്ടോണിക് പ്ലേറ്റിന്റെ വ്യതിചലനം മൂലമാണ്. എന്നാൽ അയ്യോയിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടാനുള്ള പ്രധാന കാരണം ജുപ്പിറ്ററിന്റെയും മറ്റുപഗ്രഹങ്ങളുടെയും ഗ്രാവിറ്റി കാരണമാണ്. കാരണം അയ്യോയുടെ റൗണ്ട് ഷേപ്പ് കുറച്ച് വലിച്ചു നീട്ടപ്പെടുകയും ഇതുമൂലം ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ജുപ്പിറ്ററിൽ നിന്നും 3.5 ലക്ഷം കിലോമീറ്റർ അകലത്തിൽ നിലനിൽക്കുന്ന അയ്യോ ജുപ്പിറ്ററിനോട് ടൈഡലി ലോക്ക്ഡ് ആണ്. ചന്ദ്രനിൽ നിന്നും ഭൂമിയെ നോക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ 40 മടങ്ങ് വലുതായിട്ടാണ് അയ്യോയിൽ നിന്നും ജുപ്പിറ്ററിനെ നോക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. വോയേജർ എന്ന പേടകത്തിലൂടെയാണ് ശാസ്ത്രലോകം അയ്യോ എന്ന ഉപഗ്രഹത്തെ പൂർണ്ണമായും മനസ്സിലാക്കിയത്. വോയേജർ പേടകങ്ങൾ ജുപ്പിറ്ററിന്റെ ഈ മനോഹരമായ ഉപഗ്രഹത്തിന്റെ ധാരാളം ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു. അതിലൂടെയാണ് എവറസ്റ്റിനേക്കാൾ വലിപ്പമുള്ള മലകളും 100 കിലോമീറ്റർ വ്യാസമുള്ള അഗ്നിപർവ്വതവും ലാവകൾ ഒഴുകുന്ന കായലുകളും പുഴകളെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം വോയേജർ പേടകങ്ങൾ അയ്യോയുടെ ഉപരിതലത്തിൽ ധാരാളമായി സൾഫറിനാൽ തീർത്ത മഞ്ഞ് നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ സൾഫറിന്റെ സാന്നിധ്യം മൂലമാണ് അയ്യോ എന്ന ഉപഗ്രഹം പല നിറങ്ങളിൽ കാണപ്പെടുവാനുള്ള കാരണവും. നമ്മുടെ ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്തമായ ഉപഗ്രഹം ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് തിയ എന്ന ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചതിന്റെ ഫലമായിട്ടാണ് ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹമായ ചന്ദ്രൻ രൂപപ്പെട്ടത്. ആഫ്രിക്കയിൽ നിന്നും കണ്ടുകിട്ടിയ ചന്ദ്രനോട് സാമ്യപ്പെട്ട മണ്ണിന്റെ സാമ്പിളും 1969 അപ്പോളോ മിഷനിലൂടെ ചന്ദ്രനിലെത്തിയ നീൽ ആംസ്ട്രോങ് തിരിച്ചു ഭൂമിയിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന ചന്ദ്രന്റെ മണ്ണിന്റെ സാമ്പിളും തുല്യമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ട് ഭൂമിക്ക് വലിയൊരു കൂട്ടിയിടി സംഭവിച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്രം വിലയിരുത്തുന്നത്. ഭൂമിയിൽ നിന്നും 3,84,000 കിലോമീറ്റർ ദൂരത്തിലായാണ് ചന്ദ്രൻ ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം മുമ്പ് കണ്ട സൗരയൂഥത്തിലെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ പോലെ തന്നെ ചന്ദ്രനും ഭൂമിയോട് ടൈഡലി ലോക്ക്ഡ് ആണ്. കാരണം ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമാണ് പൊതുവെ ഭൂമിയിൽ ദൃശ്യമാകാറുള്ളത്. മറുഭാഗം സദാ അന്ധകാരത്തിലുമായിരിക്കും. പക്ഷേ ആ ഭാഗത്ത് പേടകം ഇറക്കിയാണ് ഈ വർഷം നമ്മുടെ ISRO ചരിത്രം സൃഷ്ടിച്ചത്. 27 ദിവസങ്ങൾ കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിയെ പൂർണ്ണമായും വലയം ചെയ്തു തീർക്കുന്നത്. പകൽ സമയങ്ങളിൽ ചന്ദ്രന്റെ ഉപരിതല താപനില എന്നത് 107 ഡിഗ്രി സെൽഷ്യസും എന്നാൽ രാത്രികാലങ്ങളിൽ -153 ഡിഗ്രി സെൽഷ്യസുമാണ് ഇവിടുത്തെ താപനില. ചന്ദ്രന്റെ ഈ താപനിലയിൽ ഉണ്ടാകുന്ന ഉയർന്ന വ്യതിയാനത്തിന്റെ കാരണം ചന്ദ്രന് വ്യക്തമായൊരു അന്തരീക്ഷമില്ലാത്തതുകൊണ്ടാണ്. സൗരയൂഥത്തിലെ തന്നെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. 1959 ആദ്യമായൊരു പേടകം ചന്ദ്രനിൽ എത്തുന്നത്. റഷ്യയുടെ ലൂണ 2 എന്ന പേടകമായിരുന്നു അത്. ശരിക്കും ലൂണ 2 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിനു പകരമായി ഇടിച്ചിറക്കുകയായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിലും നമുക്ക് ധാരാളമായി ഉൽക്കാപതനങ്ങൾ സംഭവിച്ചതിന്റെ പാടുകൾ കാണാവുന്നതാണ്. ഇന്ന് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം 1 സെന്റിമീറ്റർ എന്ന തോതിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം ഭാവിയിൽ ഭൂമിയുടെ ഒരു ദിവസം എന്നത് 25 അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ സമയദൈർഘ്യത്തിലേക്ക് മാറ്റപ്പെട്ടേക്കാം. കാരണം സൗരയൂഥത്തിൽ ഭൂമി ഉണ്ടായ കാലഘട്ടത്തിൽ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ അതിവേഗത്തിലായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്നത്. അന്ന് ഭൂമിയുടെ ഒരു ദിവസം എന്നത് കേവലം 4 മണിക്കൂറുകൾ മാത്രമായിരുന്നു. പിന്നീട് ചന്ദ്രൻ രൂപപ്പെട്ടതിന് ശേഷമാണ് ഭൂമിയുടെ സ്വയമുള്ള കറക്കം
പതിയെ പതിയെ കുറഞ്ഞു വന്നത്. എന്നാൽ ഇതൊന്നും ഒരു അവസാനമല്ല. കടലുകൾ നിലനിൽക്കുന്ന യൂറോപ്പയും പ്രപഞ്ചത്തിലേക്ക് ജലം ചീറ്റുന്ന എൻസെലാഡസും സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഉപഗ്രഹമായ ഡീമോസ് എല്ലാം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു.